നമുക്കേ ഹോട്ടലിൽ നിന്നൊക്കെ ചോറുണ്ണാൻ ഒരു മീൻകറി കിട്ടുമല്ലോ, നല്ല തേങ്ങ അരച്ച്. ആ മീൻകറി ഒന്ന് വെച്ച് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 സ്പൂണ് തൊട്ട് 1/2 സ്പൂൺ വരെ പെരുംജീരകം, 1/4 സ്പൂണ് പെരുംജീരകം ഇട്ടാലും മതി. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് മുഴുവനെ ഉള്ളി, കൊച്ചുള്ളി ഒരു 10 എണ്ണത്തോളം ഇട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് മൂത്ത് ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് പൊടിയായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് തിരുവി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് തേങ്ങ ഒരു 1-1.5 മിനിറ്റോളം ഇതിലിട്ട് ഒന്ന് വെന്ത് വരണം. അത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ എടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് കൊച്ചുള്ളി തന്നെയാണ്, ഒരു 3-4 കൊച്ചുള്ളി നെടുകെ കീറിയതും കരിയാപ്പില ഇട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 3-4 അല്ലിയോളം കുടംപുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കരിയാപ്പിലയും കൂടെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. ഇത് അടച്ച് ഒരു 5-10 അറിയാമല്ലോ, അയിലയാണ് നമ്മൾ മീൻ എടുത്തതെന്ന്, ഒരുപാട് വേവൊന്നുമില്ല. അത് ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് മീൻകറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. എളുപ്പമാണ് നമുക്കത് തയ്യാറാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന്